അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പിടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് നമ്മൾ ചിക്കനോ അങ്ങനത്തെ മീറ്റ് ഐറ്റംസ് ഒന്നുമില്ല, പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് തേങ്ങ അതുപോലെ സാമ്പാർ പൊടിയൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പിടിയാണ്. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പിടി തന്നെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു കപ്പ് പൊടിയാണ് എടുക്കണം. അതിന് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടി വെള്ളം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഗ്ലാസ്സിനാണ് എടുത്തിട്ടുള്ളത്. എന്ത് പാത്രമാണോ എടുക്കുന്നത് നമ്മൾ അതിൽ തന്നെ വെള്ളം അളക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ പൊടിയിട്ട് ഇപ്പോൾ നന്നായിട്ട് വെള്ളം അതിൻ്റെ മുകളിലേക്ക് ആയ സമയത്ത് ഞാനൊന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ നമുക്കൊരു മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് അതിനൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ തവ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ചെടുക്കുക. അത്യാവശ്യം കുഴയൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയും. പിന്നെ നമുക്കൊരു പാത്രത്തിലിട്ട് ബാക്കി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാവ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് നമുക്ക് കുഴച്ചെടുത്ത് തരാം. നമ്മൾ ചൂടോടൊക്കെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ കുഴച്ചാൽ നന്നായി കിട്ടൂല. അപ്പം അതിന് നമ്മൾ ചൂടോടൊക്കെ തന്നെ, ഇപ്പോൾ വെള്ളം നമുക്ക് തൊട്ടിട്ടും കുഴക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഓയിൽ കയ്യിൽ തൊട്ട് കൊടുത്തിട്ട് അങ്ങനെയും കുഴച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം തൊട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഞാൻ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ പിന്നെ ഉരുളകളാക്കിയിട്ടാണ് അത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നീളത്തിൽ നമ്മൾ ആദ്യം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയണത് തന്നെ ആവും. അപ്പോൾ ആദ്യം തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്ത പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിൽ നമ്മൾ അമർത്തിയതിന് ശേഷം നടുവിൽ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്കിതിലും ചെറുതാക്കിയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ചെറുതാക്കിയിട്ടൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓരോന്നും ഈ മുഴുവൻ മാവ് നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മളൊരുവിധം മാവ് നമ്മളിതുപോലെ ഇങ്ങനെ മുഴുവനും ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മളെ മാവ് മൊത്തം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും മാവാണ് ഞാൻ ഉണ്ടാക്കിയതുള്ളത്. ഇനി നമുക്കൊരു സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഡ്ഡലിൻ്റെ തട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലിയുടെ തട്ടിലിട്ടിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിൻ്റെ തട്ടിൽ ആ കുഴിയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് അടച്ച് വെച്ചിട്ട് നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ അടുപ്പത്ത് വേറൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഉഴുന്ന പരിപ്പുണ്ടല്ലോ, അതൊരു 1/2 സ്പൂൺ ഉഴുന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതൊന്ന് ചുവപ്പ് കളറാവണം. അപ്പോൾ നമുക്ക് നല്ല ജീരകം, ഞാൻ 1/2 സ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കടുകും ചേർത്തെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ 2 പച്ചമുളകൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഞാനിതിൽ ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് കുട്ടികൾക്ക് പച്ചമുളക് ഇഷ്ടമുണ്ടാവുകയാണെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതുപോലെ 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. ഞാനൊരു ഉണക്കമുളക് ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച
പിടി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്, എനിക്കിഷ്ടമായി. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ പിന്നെ അതിൻ്റെ നമ്മൾ ഇതൊക്കെ ഇട്ടെടുത്ത് അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് കിടന്നിട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിൽ ഒരു സ്പൂണ് സാമ്പാർ പൊടിയാണ് ഞാൻ ഇട്ടെടുത്തത്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സാമ്പാർ പൊടിൻ്റെ അളവൊക്കെ കൂട്ടട്ടെ. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് കണ്ടാൽ തന്നെ അറിയാലോ. ഒരു ലഞ്ച് ബോക്സിലേക്കുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒക്കെ നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രയും ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലൊരു 2 പിടിയാണ് ഇട്ട് കൊടുത്തത്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തെടുക്കാം. നന്നായിട്ട് എല്ലായിടത്തേക്കും ഇത് മിക്സ്, തേങ്ങയും അതുപോലെ സാമ്പാർ പൊടിയൊക്കെ എല്ലാ പിടിമലും ഇതാവണ പോലെ നല്ല പോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് ആ ആവിയിൽ വേവിച്ചെടുക്കുക. ഞാൻ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഒക്കെ ഇട്ടെടുക്കുമ്പോൾ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരും, അതുകൊണ്ടാണ് ഇട്ടെടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. വേവിക്കച്ച നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല, അതുകൊണ്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് ആവിയിൽ നമ്മൾ മൂടി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നൊരു ഈർപ്പുണ്ടല്ലോ, ആ ഒരു ഈർപ്പത്തിൽ കിടന്നിട്ടൊന്ന് കുറച്ച് ടൈം ഒന്ന് സ്റ്റീമായി കിട്ടണം. ഇപ്പോൾ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി, നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നമ്മളെ പിടി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി പിടി റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ബായ്.